മാലിദ്വീപിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് റിസോർട്ട് കിട്ടുക. പക്ഷെ റിസോർട്ട് ഭയങ്കര പൈസയാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് അങ്ങോട്ട് പോകാൻ ഇത്തിരി പാടാണ്. കാരണം എല്ലാം നല്ല പൈസയല്ലേ. പക്ഷെ അതിനൊരു വഴിയുണ്ട് കേട്ടോ. മാലേ സിറ്റിയിൽ നിന്ന് 15 മിനിറ്റ് അകലുള്ള ഒരു റിസോർട്ട് ഐലൻഡ് ഉണ്ട്. $20 മുടക്കിയാൽ മതി. അങ്ങോട്ട് എങ്ങനെയാ പോവാന്ന് നമുക്ക് നോക്കട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് ഐലൻഡ് മറീന അല്ലെങ്കിൽ ക്രോസ് റോഡ്. ഓക്കെ, ഇത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് 15 മിനിറ്റ് ബോട്ട് യാത്രയാണ് ഇവിടേക്കുള്ളത് കേട്ടോ. ഇതെങ്ങനെയാ പോകാന്നറിയോ? ആദ്യം ഇവിടേക്കുള്ള ബോട്ട് യാത്ര ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ മാലയിലെ ഫെറി സ്റ്റേഷനിൽ ചെല്ലുക. അപ്പോൾ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. അപ്പോൾ ആ ആള് നമ്മുടെ കയ്യും ഒരു ടാഗ് അടിക്കും. ഈ ക്രോസ് റോഡ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. എന്നാൽ മാത്രമേ നമ്മളെ ബോട്ട് കയറ്റുള്ളൂ വരും. അപ്പോൾ ഈ ബോട്ട് യാത്രയൊക്കെ സൗജന്യമാണ്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബോട്ട് വന്നു, ബോട്ടിൽ കയറി. അപ്പോൾ നമ്മുടെ ഒപ്പം കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്, പിന്നെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ നമ്മൾ വർക്കിന് പോകണ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാലേ സിറ്റിയിൽ നിന്ന് നേരെ ഈ ഐലൻഡിലേക്ക് പോവാണ്. അപ്പോൾ നല്ല വ്യൂ ആണ്. ഈ മാലേ സിറ്റിയുടെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ നമ്മുടെ ഈ ചൈന പണിതുള്ള കുറച്ച് പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പാലം പണിത് കൊടുക്കേണ്ടി. അപ്പോൾ ആ പാലം ചുറ്റിയിട്ടാണ് പോവുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ മാലേ സിറ്റിയുടെ സൈഡിലുള്ള അവൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല വ്യൂവിൽ കാണാം. പിന്നെ പോണ വഴിക്ക് കുറച്ച് വാട്ടർ വില്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് ബോട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നേരെ നമ്മൾ ചെന്നിട്ട് അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്താറാകുമ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ബോട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതൊരു ടൂറിസ്റ്റിനെ ചിലപ്പോൾ പിക്കപ്പ് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ബോട്ടായിരിക്കും. അവർ തന്നെ ആയിരിക്കും ബോട്ട്. അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് അവിടെ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളവിടെ തറയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്രോസ് റോഡ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു $20 സ്പെൻഡ് ചെയ്യണമെന്ന്. അതിനിവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ അതിൽ പോവാം. അങ്ങനെ പിന്നെ ബാറുകളുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ കാണുന്ന സൈഡിലെ റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ പോയിട്ട്, പക്ഷെ നിങ്ങൾ കാര്യം ചെയ്യണം, ഇത് കഴിക്കുമ്പോൾ ബില്ല് നിങ്ങൾ എടുത്ത് വെച്ചോളൂ. തിരിച്ചിറങ്ങുമ്പോൾ അവർ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പൈസ ചിലപ്പോൾ മേടിച്ചു നിന്നിരിക്കട്ടെ. നമ്മളിതൊക്കെ ചെയ്യണം. ഇത്തരം ബില്ല് ഈ $20 ചെയ്താൽ മതി നമ്മൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ഈ ബീച്ചാട്ടാ. നല്ല എന്ത് രസം കാണാൻ എന്ന് വെച്ചാൽ സ്വർഗത്തിലെത്തിയൊരു ഫീലായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. ഇതുണ്ടല്ല വാട്ടർ വില്ലേക്ക് പോണ വഴിയാട്ടാ. പക്ഷെ ഇത് അടച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ വില്ല ഇതൊക്കെ കാണാൻ വരുന്നവർക്ക് അങ്ങോട്ട് അനുവാദമല്ല. അവിടെ ബുക്ക് ചെയ്ത് തന്നെ അങ്ങോട്ട് പോവാം. നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ നോക്കി. ഇത് നേരത്തെ പറഞ്ഞില്ലേ ഇതാട്ടാ ബീച്ച്. ഞാൻ ഒന്നുകൂടി ബാക്കി പോയിട്ട് എടുത്തതാ. നല്ല അതിൻ്റെ വ്യൂ കിട്ടണല്ലോ. നോക്കി നിങ്ങൾ ഇന്തുട്ടാ നോക്കി സാധനം. ഇവിടെ നമ്മുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ഇവിടെ ഉണ്ടെന്ന് കേട്ടോ. നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ അവിടെ അപ്പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് എക്സ്ട്രാ ഉണ്ട്. അവിടെ പോയിട്ട് ബോട്ട് ക്ലബ് ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവർക്ക് പേയ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോട്ടാ. നല്ല രസം, വെള്ള പൂഴി സെറ്റപ്പ് തന്നെ. അപ്പോൾ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ചീപ്പ് റേറ്റിൽ കാണാൻ പറ്റും. ശരി.